ഡെവോട്ടീസ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മള് നോക്കാൻ പോകുന്നത് ഈശോപനിഷത്തിലെ 5-ാമത്തെ മന്ത്രം. ഞാൻ ഒന്ന് വായിക്കാം. അസിമ മാതാജി, can you repeat the മന്ത്രം വായിക്കുമ്പോ? വായിക്കാം മാതാജി. ഓക്കെ മാതാജി. അപ്പൊ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ഇത് ഓരോരോ ലൈനും 3 വട്ടം വീതം വായിക്കാം. തത് ഏജതി തന്നൈജതി, തദ്ദേജതി തന്നൈജതി. 3 വട്ടം മാതാജി. തദ്ദേജതി തന്നൈജതി, തദ്ദേജതി തന്നൈജതി. തദ്ദൂരേ തദ്വന്തികേ, തദ്ദൂരേ തദ്വന്തികേ, തദ്ദൂരേ തദ്വന്തികേ, തദ്ദൂരേ തദ്വന്തികേ. തദ് അന്തരസ്യ സർവസ്യ, തദന്തരസ്യ സർവസ്യ, തദന്തരസ്യ സർവസ്യ, തദന്തരസ്യ സർവസ്യ. തദു സർവസ്യാസ്യ ബാഹ്യതഃ, തദു സർവസ്യാസ്യ ബാഹ്യതഃ, തദു സർവസ്യാസ്യ ബാഹ്യതഃ, തദു സർവസ്യാസ്യ ബാഹ്യതഃ. മാതാജി അതിന്റെ ട്രാൻസ്ലേഷൻ ഒന്നും മലയാളത്തിൽ? വായിക്കാം മാതാജി. സർവേശ്വരൻ ചലിക്കുന്നു, ചലിക്കാതിരിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് വളരെ വിദൂരസ്ഥനെങ്കിലും സമീപസ്ഥനുമാണ്. അവിടുന്ന് സകലതിന്റെയും അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നു. അതിന്റെ ഓരോരോ പാരഗ്രാഫ് ബൈ പാരഗ്രാഫ് ഒന്ന് മലയാളത്തിൽ വായിക്കാവോ? സോ ഐ ക്യാൻ കീപ് എക്സ്പ്ലെയിനിങ്. ഭഗവാന്റെ അചിന്ത്യ ശക്തികളാൽ നിറവേറ്റപ്പെടുന്ന അതീന്ദ്രിയ കർമ്മങ്ങളെ കുറിച്ച് ഇവിടെ വിവരിക്കുന്നു. ഇവിടെ നൽകുന്ന വൈരുദ്ധ്യങ്ങൾ അചിന്ത്യ ശക്തികളെ സമർത്ഥിക്കുന്നു. അവിടുന്ന് നടക്കുന്നു, അതേപോലെ അവിടുന്ന് നടക്കുന്നില്ല. ഇത്തരം വൈരുദ്ധ്യം അവിടുത്തെ വർണ്ണനാതീതമായ ശക്തിവിശേഷണങ്ങൾ വെളിവാക്കുന്നു. നമ്മുടെ പരിമിതമായ അറിവിന്റെ വെളിച്ചത്തിൽ അത്തരം വൈരുദ്ധ്യങ്ങൾ ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. പരിമിതമായ ഗ്രഹണശേഷി കൊണ്ട് മാത്രമാണ് നമുക്കതിനെ സങ്കല്പിക്കാൻ പറ്റുന്നത്. അവ്യക്തിഗത തത്വചിന്തകരായ മായാവാദക്കാർ ഭഗവാന്റെ അപൗരുഷേയ വ്യാപാരങ്ങൾ മാത്രം സ്വീകരിക്കുകയും സാകാര രൂപത്തിലുള്ള ലീലകളെ നിരാകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഭാഗവത സമ്പ്രദായക്കാർ പരമപ്രഭുവിന്റെ അചിന്ത്യ ശക്തികളെ സ്വീകരിക്കുന്നതിനാൽ അവിടുന്ന് ഒരേ സമയം സാകാരനും നിരാകാരനുമാണെന്ന് മനസ്സിലാക്കുന്നു. അചിന്ത്യമായ വൈഭവങ്ങൾ ഇല്ലാത്ത പക്ഷം പരമപുരുഷൻ എന്ന പദം തന്നെ അർത്ഥരഹിതമാകും. അപ്പൊ ഇതില് 5-ാമത്തെ ശ്ലോകത്തില് ഭഗവാന്റെ അചിന്ത്യ ശക്തിയാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ അചിന്ത്യ ശക്തി, ആ വാക്ക് അചിന്ത്യ ശക്തി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ചിന്താഗതിക്ക് അപ്പുറം. ഇറ്റ് ഈസ് ഇൻകൺസീവബിൾ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇൻകൺസീവബിൾ, വിച്ച് ഈസ് എന്താ, ഒരു മനുഷ്യനായിട്ട് നമ്മുടെ ചിന്താരീതിക്ക് അപ്പുറമാണ് ഭഗവാന്റെ ശക്തികൾ. അത് നമ്മൾ ആ ഭഗവാന്റെ ആ ശക്തികൾ നമ്മുടെ രീതിയിൽ കൊണ്ടുവന്ന് അനലൈസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് പറ്റത്തില്ല. അപ്പോ ഭഗവാന്റെ ശക്തികൾ, അപ്പൊ ആ അചിന്ത്യനായ ഭഗവാൻ ആരാണെന്നാണ് ഇവിടെ പറയുന്നത്. സോ ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാൻ നടക്കും പക്ഷേ നടക്കത്തില്ല. ഹി വാക്സ് ആൻഡ് ഹി ഡസ് നോട്ട് വാക്ക്. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കും സാധാരണ ഒരു മനുഷ്യൻ, നടക്കാൻ പറ്റുന്ന മനുഷ്യൻ, എന്തുകൊണ്ട് അയാൾക്ക് നടക്കാൻ പറ്റില്ല? ഒരു മനുഷ്യനായിട്ട് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും. പക്ഷെ ഭഗവാന്റെ ആ ശക്തി എന്ന് പറയുന്നത് അത്
നമ്മുടെ ഈ മെറ്റീരിയൽ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഈ ഭൗതിക രീതി ചിന്താഗതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോ നമ്മൾ മെയിൻ ആയിട്ട് അറിയേണ്ടത്, ഈ ഭൗതിക ലോകത്തില് നമ്മളെല്ലാം കാണുന്നത് ശരി തെറ്റ്, ചൂട് തണുപ്പ്. ഇറ്റ്സ് എ വേൾഡ് ഓഫ് ഡുവാലിറ്റി. ഡുവാലിറ്റി എന്ന് പറയുമ്പോ എന്താ മലയാളത്തില് എന്താ ഇത് ഒന്നില്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ അത്. അപ്പൊ അങ്ങനെയാണ് നമ്മള് ഈ സോറി ദ്വന്ദ്ം. അപ്പൊ യെസ് മതജി, താങ്ക് യു. അപ്പൊ ആ ഒരു രീതി, ആ ദ്വന്ദ്ം, അതാണ് നമ്മൾ കാണുന്നത്. എന്താ ഡുവാലിറ്റി എന്ന് പറയുമ്പോൾ ഈ മെറ്റീരിയൽ വേൾഡ്, ഈ ഒരു ഭൗതിക ലോകം മുഴുവനും ആ ഒരു ചിന്താഗതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഭഗവത്ഗീത വായിക്കുമ്പോൾ നമുക്കറിയാം, ഭഗവാൻ അവിടെ പറയുന്നുണ്ട്, ഈ ഒരു ചിന്താരീതിക്ക് അപ്പുറത്തിൽ കടന്നാലാണ് നമ്മൾ ആ ഒരു ഭഗവാന്റെ ആ ഒരു ട്രാൻസിഡന്റൽ ഫോം അല്ലെങ്കിൽ ഭഗവാന്റെ ആ ശക്തി നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ ഇവിടെ മെയിൻ ആയിട്ട് പ്രഭുപാദ് എന്താ ഭാഗവതത്തില് ഒന്നാമത്തെ സ്കന്ധത്തില് 2-ാം അധ്യായത്തില് 11-ാമത്തെ ശ്ലോകത്തില് അതില് എന്താ ഭാഗവതത്തില് പറയുന്നുണ്ട്, ഭഗവാന്റെ ആ ഒരു അബ്സല്യൂട്ട് ട്രൂത്ത്, ആ ഭഗവാന്റെ 3 ഫീച്ചേഴ്സ് ആണ്. ആ അബ്സല്യൂട്ട് ട്രൂത്തിന്റെ 3 ഫീച്ചർ ആയിട്ടാണ് ബ്രഹ്മൻ, പരമാത്മാ, ഭഗവാൻ എന്ന് പറയുന്നത്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനേതി ശക്തിയതേന്ന് ആ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് ബ്രഹ്മം വേറെ, പരമാത്മാ വേറെ, ഭഗവാൻ വേറെ എന്നല്ല. ഇതെല്ലാം ഒരേ ആ ഒരു അബ്സല്യൂട്ട് ട്രൂത്തിനെ തന്നെയാണ്, ആ പരമപുരുഷനെ തന്നെയാണ് പല രീതികളിലായിട്ട് പലരും കാണുന്നത്. ഇപ്പൊ ബ്രഹ്മാവാദികൾ ബ്രഹ്മനായിട്ട് കാണും, അത് ഇംപേഴ്സണലിസ്റ്റ് എന്ന് പറയും. അല്ലെങ്കിൽ എന്താ യോഗികൾ പരമാത്മാവായിട്ട് ഭഗവാനെ കാണും, പിന്നെ ഭക്തര് ഭഗവാനായിട്ട് കാണും. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന് ശക്തി കൂടുതൽ, ഒരെണ്ണത്തിന് ശക്തി കുറവ്, അല്ലെങ്കിൽ ഒരു ഹൈറാർക്കിക്കൽ സിസ്റ്റം അല്ല. അപ്പൊ അങ്ങനെ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തുള്ള രീതി, കാണുന്ന രീതിയാണ്. പക്ഷെ ഭഗവാനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഡന്റൽ ആധ്യാത്മിക രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും ഇതിൽ വ്യത്യാസം ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ആ ബ്രഹ്മൻ, പരമാത്മാ, ഭഗവാൻ, ഇപ്പൊ പ്രഭുപാദ് അത് എന്താ ആ പർപ്പോട്ടില്, ആ ഭാഗവതത്തിൽ ആ ശ്ലോകത്തിന് പർപ്പോട്ടില് ഭഗവാൻ അത് പ്രഭുപാദ് അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവിടെ പ്രഭുപാദ് പറയുന്നത്, ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. എന്താ ഭഗവാൻ ഓർ ദ പേഴ്സണാലിറ്റി, ഓക്കെ, പരമാത്മ ഇസ് ദ പാർഷ്യൽ റെപ്രസെന്റേഷൻ. അപ്പൊ ബ്രഹ്മൻ എന്ന് പറയുന്നത് ഇംപേഴ്സണൽ റെപ്രസെന്റേഷൻ, പരമാത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ പാർഷ്യൽ റെപ്രസെന്റേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തില് വസിക്കുന്ന പരമാത്മാവ്. അല്ലെങ്കിൽ ഇത് ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്, ഭഗവാൻ ഒരു പരമാണുവിലും ഭഗവാൻ ഒരു ബ്രഹ്മാണ്ടത്തില് ഭഗവാൻ ആ ഗർഭോദക സായി വിഷ്ണുവായിട്ടുണ്ട്. അത് മാത്രമല്ലാണ്ട് ഈ ബ്രഹ്മാണ്ടത്തിലുള്ള ഓരോ അണുവിലും, ഓരോ പരമാണുവിലും ഭഗവാൻ ക്ഷീരോദക സായി ആയിട്ട് വസിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സയൻസ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ പറയും, ഇപ്പൊ ഒരു പേന എന്ന് പറയുമ്പോൾ പെന്നുണ്ടായിരിക്കുന്നത് കുറച്ച് മോളിക്യൂൾസ് വെച്ചിട്ട്, മോളിക്യൂൾസ് ഉണ്ടായിരിക്കുന്ന ആറ്റംസ് വെച്ചിട്ട്, അണുക്കൾ വെച്ചിട്ട്, ആ അണു ഉണ്ടായിരിക്കുന്നത് പരമാണുവായ ഇത് വെച്ചിട്ട്. പക്ഷെ ഈ എല്ലാം കഴിഞ്ഞിട്ട് അവര് അവസാനം പോകുമ്പോ പറയും, ഫൈനലി അതൊരു ശക്തിയാണ്. ഒരു ശക്തി എന്നാണ് ഇതൊക്കെ ഒരു ഓർഡറിൽ ഇങ്ങനെ പോകുന്നത്, ഓരോ ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ ഇതിന് ചുറ്റും പോകുന്നത് എന്ന് പറയും. പക്ഷെ ഈ ശക്തി എവിടെ നിന്ന് വരുന്നു? അത് ഭാഗവതത്തിൽ അത് പറയുന്നുണ്ട്, ഭഗവാൻ ഓരോ പരമാണുവിന്റെ അകത്തും പരമദിവ്യോ ക്ഷീരോദക സായി വിഷ്ണുവായിട്ട് വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഭഗവാൻ ഉള്ള സ്ഥലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഭഗവാനുണ്ട്. അപ്പൊ എനിക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഭഗവാനുണ്ടോ, അവിടെ ഭഗവാനുണ്ടോന്ന് അല്ലെങ്കിൽ നമ്മൾ ഹിരണ്യകശിപുവിനെ പോലെ ചോദിച്ചുകൊണ്ടിരിക്കും, എവിടെയാണ് ഭഗവാൻ? ഇങ്ങനെ ചെയ്താൽ ഞാൻ കൃഷ്ണ കോൺഷ്യസ് ആണോ, അങ്ങനെ ചെയ്താൽ ഞാൻ കൃഷ്ണ കോൺഷ്യസ് ആണോ? പക്ഷെ എല്ലാം ഭഗവാൻ ഉള്ള എല്ലായിടവും, ഭഗവാൻ എല്ലായിടത്തിലും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു പരമ ദിവ്യോത്തമായ പുരുഷന്റെ പല ഫീച്ചേഴ്സ് ആണ് ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ എന്ന് 3 രീതിയിൽ പറയുന്നത്. അപ്പൊ ഇവിടെ പ്രഭുപാദ് പറയുന്നുണ്ട്, അതിനെ ഇത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ ഈ ബ്രഹ്മവാദികൾ ചിലപ്പോൾ പറയും ഭഗവാൻ ഇസ് ഇംപേഴ്സണൽ എന്ന് പറയുമ്പോൾ രൂപമില്ലാത്ത ശക്തിയാണ്, ആ ബ്രഹ്മമാണെന്ന് പറയും, പരബ്രഹ്മമാണെന്ന് പറയും. അപ്പൊ അത് ശരിയാണോ എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, കാരണം അത് ഭഗവാന്റെ ഒരു ഫീച്ചറാണ്.
എന്നാൽ പക്ഷേ ഇത് മാത്രമാണ് ശരി, ഭഗവാന് ശരീരമില്ല എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അപ്പൊ അത് പ്രഭുപാദ് ഇവിടെ ആ പർപ്പോർട്ട് ക്ലിയർ ആയിട്ട് എഴുതുന്നുണ്ട്. ഇത് മാത്രമാണ് ശരി, അത് ശരിയല്ല, അല്ലെങ്കിൽ അത് മാത്രമാണ് ശരി, ഇത് ശരിയല്ല. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ, അങ്ങനെ ഒരു വര നമ്മൾ ഭഗവാന് വരച്ചു കൊടുക്കുമ്പോൾ, ഭഗവാൻ ഈ കളത്തിനകത്ത് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അത് പിന്നെ ഭഗവാൻ അല്ല. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് ഈസ് ഇൻകൺസീവബിൾ, അചിന്ത്യമായ ശക്തിയുണ്ട്. അപ്പൊ ഇത് എന്താ, ഇപ്പൊ ഇത് പറയുകയാണെങ്കിൽ ഞാൻ വെൻ ഐ വാസ് യങ്, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇപ്പൊ ലൈക്ക് മേ ബി ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും ഭഗവാൻ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് കാണും, എന്നിട്ട് എന്റെ മനസ്സിൽ പല പല രൂപങ്ങൾ ഇങ്ങനെയൊക്കെ ഞാൻ കാണും. അപ്പൊ ഇങ്ങനത്തെ ഒരു രൂപം ഈ ലോകത്തിലുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു പല രൂപങ്ങളായിട്ട് ഇപ്പൊ ആ സമയം ചെറുപ്പത്തിൽ കാർട്ടൂണൊക്കെ ഒരുപാട് കാണും. അപ്പൊ കാർട്ടൂൺ കാണുന്ന സമയം കാർട്ടൂണിലൊക്കെ നമ്മൾ ഈ സാധാരണ ജീവിതത്തിൽ കാണുന്നതല്ല, അതിന് ഒരുപാട് അവര് എക്സാജറേറ്റ് ചെയ്തോ അങ്ങനെയൊക്കെ പല ലോകങ്ങളൊക്കെ കാണിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും ഇങ്ങനത്തെ ശരിക്കും ലോകങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അവര് ജസ്റ്റ് കാർട്ടൂണിൽ കാണിക്കുന്നതാണോ? അപ്പൊ ചിന്തിക്കുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത്, ഇങ്ങനെ ഒരു ലോകം നമ്മുടെ മനസ്സിന് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഭഗവാൻ എന്തായാലും ഉണ്ടാക്കിയിരിക്കും എവിടെങ്കിലും, ഈ പ്രപഞ്ചത്തിൽ എവിടെങ്കിലും ആ ക്രിയേഷൻ കാണും. ഇപ്പൊ ഒരു മനുഷ്യന് അത്രയും ഒരു ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ, പല രീതിയിലുള്ള ജീവജാലങ്ങളെ ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ, ഇത് ഇങ്ങനെയായിരിക്കും, ആ ലോകം അങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ, മനസ്സിലൂടെ നമുക്ക് ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ, ഭഗവാൻ ഡെഫിനറ്റ്ലി അത് എവിടെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കാണും, ഈ പ്രപഞ്ചത്തിൽ എവിടെങ്കിലും അത് കാണും. അപ്പോ അങ്ങനത്തുള്ള ഭഗവാനെ നമുക്ക് ഇങ്ങനെ മാത്രമേ ഭഗവാൻ ഇരിക്കത്തുള്ളൂ, ഓർ ഇത് മാത്രമാണ് ഭഗവാന്റെ രൂപം, ഭഗവാന് ബ്രഹ്മൻ ആയിട്ട് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ, ഓർ ഭഗവാന് ബ്രഹ്മൻ ഉള്ള രൂപം ഇല്ല, ഭഗവാന് ഒരു ഫോം മാത്രമേ ഉള്ളൂ, അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരു കളത്തിനകത്ത് നമുക്ക് ഭഗവാനെ നിർത്താൻ പറ്റില്ല. ദ മൊമെന്റ് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വി ആർ ബ്രിങ്ങിങ് ഹിം ടു നമ്മുടെ കാഴ്ചപ്പാടിലേക്ക് താഴേക്ക് കൊണ്ടുവരിക. ബട്ട് കൃഷ്ണ ഓർ ഭഗവാൻ ഇസ് അചിന്ത്യൻ. He is beyond our conception or beyond what we can conceive or what we can see. അപ്പോ ആ ഒരു ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇവിടെ വേണം. കാരണം ഭഗവാൻ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ അല്ല, ഹി ഈസ് മച്ച് മച്ച് ബിയോണ്ട് ദാറ്റ്. അപ്പൊ അതാണ് പ്രഭുപാദ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ ഭാഗവതത്തിന്റെ ആ ശ്ലോകവും അതാണ് പറയുന്നത്. പക്ഷെ ഭഗവാൻ എന്തുകൊണ്ട് ഈ വേറെ പല രൂപങ്ങൾ, പല ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നു, ബ്രഹ്മനായിട്ടോ പരമാത്മാവായിട്ടോ എന്തിനാ വരുന്നത്? കാരണം ഭക്തന് എങ്ങനെയാണോ ഭഗവാനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ഭഗവാൻ വരും. ഇപ്പൊ നമ്മൾ ഭഗവാന്റെ രൂപങ്ങൾ കാണുമ്പോഴും നരസിംഹ രൂപമുണ്ട്, അല്ലെങ്കിൽ വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ വരും, അല്ലെങ്കിൽ മത്സ്യ അവതാരമായിട്ട് ഭഗവാൻ വരും. എന്തിനാണ് ഭഗവാൻ ഈ പല രൂപങ്ങൾ എടുക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ ഭഗവാന്റെ ഇതിൽ തന്നെ ശ്രീരാമചന്ദ്രനായിട്ട് വരുന്നു, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനായിട്ട് വരുന്നു, അല്ലെങ്കിൽ ബുദ്ധനായിട്ട് വരുന്നു, അല്ലെങ്കിൽ ധന്വന്തരി ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ ദത്താത്രേയരായിട്ട് വരുന്നു. ഇങ്ങനെ പല രൂപങ്ങൾ ഭഗവാൻ എടുക്കുന്നുണ്ട്. ഭഗവാൻ എന്തിനാ പല രൂപങ്ങൾ എടുക്കുന്നത്? കാരണം ഭക്തന്റെ ഓരോരോ രസം അനുസരിച്ച് ആ ഭക്തൻ എങ്ങനെ ഭഗവാനെ എടുത്ത് അപ്രോച്ച് ചെയ്യുന്നു അതിനനുസരിച്ച് ഭഗവാൻ പല രൂപങ്ങൾ എടുക്കുന്നു. അപ്പൊ ഈ ഭഗവാൻ പല രൂപങ്ങൾ എടുത്തത് ഭക്തന് അപ്രോച്ച് ചെയ്യാം, ഭക്തൻ എങ്ങനെ ഭഗവാനെ കാണണോ അതുപോലെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പല രൂപങ്ങൾ എടുക്കുന്നത്. അതേപോലെ ഏതെങ്കിലും ഒരു ഭക്തന്, അല്ലെങ്കിൽ ഈസ് എൻ ഇംപേഴ്സണലിസ്റ്റ്, അല്ലെങ്കിൽ ഒരു ബ്രഹ്മവാദി, അദ്ദേഹത്തിന് ഭഗവാനെ ഒരു ശക്തിയായിട്ട് കാണണം, രൂപമായിട്ട് അവിടെ കാണണം. അപ്പോഴും ഭഗവാൻ അദ്ദേഹത്തിന് വേണ്ടി ഹി കംസ് ആസ് ഇംപേഴ്സണൽ. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഒരു നാണയത്തിന് രണ്ട് സൈഡും അല്ല, അതില് ഇത് മാത്രമാണ് ശരി എന്ന് പറയാൻ പറ്റില്ല, രണ്ടും ഉണ്ട്. അപ്പൊ ഭഗവാന്റെ ഫീച്ചേഴ്സിൽ ബ്രഹ്മൻ, പരമാത്മാ, ഭഗവാൻ എവറിത്തിങ് ഇസ് ഈക്വൽ. ബട്ട് ഭഗവാൻ ഓരോരിടത്ത് ഓരോരെണ്ണം കാണിക്കുന്നു, ആ ഭക്തനെ എങ്ങനെ ഭഗവാൻ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നു അതുപോലെ. അപ്പൊ അവിടെ ഇത് ശരി അത് തെറ്റ് എന്ന് ആ ഒരു ഡ്വാലിറ്റിയിലേക്ക് നമുക്ക് ഭഗവാനെ കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് ഭഗവാന്റെ അചിന്ത്യ ശക്തി. പിന്നെ അടുത്തത് ഇവിടെ പറയുന്നുണ്ട് ഭഗവാൻ ഹി ഈസ് നിയർ ടു us and he is far away. So he is far away but he is very near as well. അപ്പൊ ഇത് His Holiness Bhakti Vignan Goswami Maharaj കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ he was giving in the class, he was giving a very good explanation. He said, Maharaj പറഞ്ഞു, ഭഗവാൻ എന്തുകൊണ്ടാണ് ഭഗവാൻ
എന്താ ദൂരെ ആയാലും അടുത്തെന്ന് പറയുന്നത്. ഭഗവാൻ നടക്കാൻ നടക്കാൻ പറ്റും, പക്ഷെ എന്താ ഹി വാക്സ് ആൻഡ് ഹി ഡസൻ വാക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഹി ഡസൻ ഹാവ് ടു വാക്ക്. ഭഗവാൻ നടക്കണ്ട, കാരണം ഭഗവാൻ എല്ലായിടത്തിലും. അപ്പൊ മഹാരാജ് ഹി ഗേവ് സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ. അപ്പൊ കൃഷ്ണ ഇസ് ദർ എവ്രിവെയർ. എല്ലാം ഓരോരോ പരമാണുവിലും ഉണ്ട്. പിന്നെ ഭഗവാൻ എവിടെ പോകണം? ഹി ഈസ് ഓൾവേസ് ദർ. ഹി ഈസ് ദർ എവ്രിവെയർ, ഇൻസൈഡേഴ്സ് ഔട്ട്സൈഡേഴ്സ് എവ്രിവെയർ. ഭഗവാൻ ഇല്ലാത്ത സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് എവ്രിതിങ് ഇസ് ഭഗവാന്റെ ശക്തിയാണ്. അപ്പോ ഹിയർ ഇറ്റ് സേസ് ഭഗവാൻ ഹി ഈസ് ഫാർ അവേ, അറ്റ് ദ സെയിം ടൈം ഈസ് വെരി നിയർ. അപ്പൊ ഭഗവാന്റെ ലോകം അല്ലെങ്കിൽ ഭഗവാന്റെ ആധ്യാത്മിക ലോകം എവിടെയാന്ന്, വൈകുണ്ഠ ലോകം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകവും കടന്ന് വളരെ ദൂരെയാണ്. അപ്പൊ എന്താ ശ്രീമദ് ഭാഗവതത്തില് ഐ തിങ്ക് 5ാമത്തെ സ്കന്ധത്തിലാവുന്നു. അപ്പൊ 5ാമത്തെ സ്കന്ധത്തില് ഈ ഭൗതിക ലോകത്തിന്റെ എന്താ ഇത് എക്സ്പ്ലനേഷൻ തരും. 14 ലോകങ്ങളുള്ളത് എങ്ങനെയാ, പിന്നെ എന്താ അതിനു ചുറ്റി ബ്രഹ്മാണ്ടത്തിൽ എന്തൊക്കെ ഉണ്ട്, അതിന്റെ സൈസ് എത്ര, അതൊക്കെ 5ാമത്തെ അധ്യായത്തില് 5ാമത്തെ സ്കന്ധത്തില് പറയുന്നുണ്ട്. ഐ തിങ്ക് 20th ചാപ്റ്റർ, 20ാമത്തെ അധ്യായം, 5ാമത്തെ സ്കന്ധത്തിൽ 20ാമത്തെ അധ്യായത്തില് അത് പറയും. 20 തോന്നുന്നു. അപ്പൊ അവിടെ ബ്രഹ്മാണ്ടത്തിന്റെ സൈസ് എന്ന് പറയുന്ന അവര് ഞാൻ ഇംഗ്ലീഷിൽ പറയാം, 500 മില്യൺ യോജന. അപ്പൊ അതിൽ മൊത്തം യോജന എന്ന് പറഞ്ഞ കണക്കിലാ വരുന്നത്. അപ്പൊ യോജന എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 8 to 9 മൈൽസ്. ഓക്കെ, അത്രയാണ് ഒരു യോജന എന്ന് പറഞ്ഞാൽ 8 അല്ലെങ്കിൽ 8 to 9 മൈൽസ് ആണ്. അപ്പൊ 500 മില്യൺ യോജന എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് ലൈക്ക് 4 ബില്യൺ ഓർ 4 ബില്യൺ മൈൽസ് വരും. അത്രയും ദൂരമാണ് ഒരു ബ്രഹ്മാണ്ടത്തിന്റെ ഇന്നർ സർക്കിൾ. ആ ബ്രഹ്മാണ്ടം കവർ ചെയ്യുന്നത് ഇസ് കവേർഡ് ബൈ അതർ ലെയേഴ്സ്. ഭൂമി, ആപ്പോ, അനലോ, വായു എന്ന് പല കവറിങ് അതിന് പുറമേ ഉണ്ട്. ആ ഓരോരോ കവറിങ്ങും ഇതിന്റെ ഇരട്ടി സൈസിലാണ്. അപ്പോ വെൻ ഇറ്റ് കംസ് ദ സൈസ് ഓഫ് ഒരു ബ്രഹ്മാണ്ടത്തിന്റെ സൈസ് തന്നെ ഇത്രയും. നമുക്ക് ഈ ചന്ദ്രൻ വരെ എത്തിപ്പെടാൻ തന്നെ എന്ത് ബുദ്ധിമുട്ടാണ്. ഇനി ഈ ബ്രഹ്മാണ്ടം കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ സാധ്യമല്ല. അതും ഈ മനുഷ്യ ശരീരം വെച്ച് സാധ്യമല്ല. പക്ഷെ ദേവന്മാരാൽ നമ്മളിപ്പോ നാരദ മുനി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പല ലോകങ്ങളിൽ പറന്നു നടക്കും. റൈറ്റ്? അപ്പൊ ആ ലെവൽ, ആ ഉയർന്ന ലെവലിലുള്ളവർക്ക്, അത്രയും സ്പിരിച്വൽ ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ഇപ്പൊ നാരദ മുനി തന്നെ ഒരു ലോകത്തുനിന്ന് വേറൊരു ലോകത്തേക്ക് വരുന്നു. സ്വർഗലോകത്ത് നിന്ന് പാതാള ലോകത്ത് പോയി അവിടെ ഒരു മെസ്സേജ് കൊടുത്തിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു, വീണ്ടും വൈകുണ്ഠത്തിലേക്ക്. നമ്മൾ ഒരുപാട് കഥ കേട്ടിട്ടുണ്ട്. അപ്പൊ നാരദ മുനിക്ക് അത് സാധ്യമാണ്. എന്തുകൊണ്ടാണ്? കാരണം ഭഗവാന്റെ ഭക്തനായതുകൊണ്ട്. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാർക്കും ഭഗവാന്റെ ഇതേ ക്വാളിറ്റീസ് ഉണ്ട്. ഭഗവാൻ ഇവിടെ അടുത്തുണ്ട്, ദൂരെയുണ്ട്. അപ്പൊ ഭഗവാൻ എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എത്തിച്ചേരാം. നമ്മൾ ഒരു വിളി വിളിച്ചാൽ ഹി വിൽ ബി ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് us. അപ്പൊ നമ്മൾ പറയും ഭഗവാന്റെ നമ്മൾ നാമം ജപിക്കുമ്പോൾ ഓരോരോ നാമത്തിലും ഭഗവാൻ ഉണ്ട് അവിടെ. പക്ഷേ അത് നമ്മൾക്ക് മനസ്സിലാവുന്നില്ല. സോ ദാറ്റ്സ് വാട്ട് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. such foolish people negligent of the existence of ഭഗവാൻ. അപ്പൊ നമുക്ക് ഭഗവാൻ ഇപ്പൊ നമ്മുടെ മുൻപിൽ വരുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, വേദ സേ ദാറ്റ് കലിയുഗേ നാമരൂപേ കൃഷ്ണാവതാർ. അപ്പൊ കലിയുഗത്തില് ഭഗവാൻ നാമരൂപത്തിലാണ് വരുന്നത്. പക്ഷെ നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മൾ അവിടെ ഭഗവാനെ കാണുന്നുണ്ടോ? ഡു വി എക്സ്പീരിയൻസ് ഭഗവാൻ? അപ്പൊ ഭഗവാൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. സോ ദാറ്റ് ഈസ് അവർ ഫോളൻ സിറ്റുവേഷൻ. പക്ഷേ ഭഗവാൻ ഈ കലിയുഗത്തിൽ അവതാരം എടുക്കുന്ന നാമരൂപത്തിൽ അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതമായിട്ട്. അപ്പൊ ഇതൊക്കെ വായിക്കുമ്പോ തന്നെ നമുക്ക് ഭഗവാന്റെ പ്രസൻസ് അവിടെ ഫീൽ ആവും. അപ്പൊ ആ ഭഗവാൻ ഈ ഒരു മെറ്റീരിയൽ ലോകം ഇത്രയും വലുതാണ്. ഇത് ഒരു ബ്രഹ്മാണ്ടത്തിന്റെ സൈസ്. ഇതുപോലെ പല ബ്രഹ്മാണ്ടങ്ങൾ, വലുതും ചെറുതുമായിട്ടുള്ള പല ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഇതൊക്കെ ഈ എൻറ്റയർ ഭൗതിക ക്രിയേഷൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഫുൾ ക്രിയേഷന്റെ 4/1 ബാക്കി 3/4 വൈകുണ്ഠ ലോകങ്ങളാണ്. അപ്പൊ അവിടെയാണ് ഭഗവാൻ ഉള്ളത്. അവിടുന്ന് അവിടെയുള്ള ആ ഭഗവാനെ നമ്മൾ ഒന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഇവിടെ എത്തിച്ചേരും. അപ്പൊ ആ ഒരു ഭഗവാൻ ഇവിടെ എത്തണമെങ്കിൽ ഹി ഈസ് വെരി ഫാർ. അത്രയും ദൂരത്തിലുള്ള ഭഗവാൻ, പക്ഷെ നമ്മുടെ അടുത്തും നമ്മുടെ ഉള്ളില് അന്തരാത്മാവായിട്ട് പരമാത്മാവായിട്ട് ഭഗവാൻ ഉണ്ട്. സോ ഹി ഈസ് ദേർ ഫാർ അവേ. പക്ഷെ അതേ ഭഗവാൻ നമ്മളുടെ ഉള്ളിലും ഉണ്ട് പരമാത്മാവായിട്ട്. ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീട്ടിലായിരിക്കില്ല.
ഐ ക്യാൻ ബി ഇൻ വൺ പ്ലേസ് അറ്റ് വൺ ടൈം. ഞാനിപ്പോ ഇവിടെ ആണെങ്കിൽ ഇവിടെയാണ്, ഞാനിപ്പോ എന്റെ വീട്ടിന്റെ ഹാളിലോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലോ ആയിരിക്കും. ബിക്കോസ് ഐ ആം എ ഹ്യൂമൻ ബീങ്. എനിക്ക് ഒരു സമയത്തിൽ ഒരിടത്തിലിരിക്കും. ഐ ക്യാൻ ബി ഇൻ ഓൺലി ഇൻ വൺ പ്ലേസ്. ബട്ട് ഭഗവാൻ അങ്ങനെയല്ല. നമുക്ക് ശ്രീമദ് ഭാഗവതത്തില് ദ്വാരകയില് 1,008 ഭാര്യമാർക്ക് ഓരോരോ പാലസ് ആയിരുന്നു ഭഗവാൻ ഉണ്ടാക്കിയത്. അതില് നാരദ മുനി ഓരോരുത്തരുടെ എന്താ കൊട്ടാരത്തിൽ പോകുമ്പോഴത്തേക്ക് എല്ലാ കൊട്ടാരത്തിലും ഭഗവാൻ. ഹൗ വാസ് ഇറ്റ് പോസിബിൾ? ബിക്കോസ് ദാറ്റ് ഇസ് ഭഗവാൻ. ഇതിന് എക്സ്പ്ലനേഷൻ ആയിട്ടൊന്നുമില്ല, കാരണം ഇതാണ് ഭഗവാന്റെ അചിന്ത്യ ശക്തി. അപ്പോ ഹീസ് ദെയർ ഫാർ അവേ, ഹീസ് ദെയർ വിത്ത് അസ്. പിന്നെ ഇവിടെ പറയുന്നത് ഹീസ് ഫാസ്റ്റർ ദാൻ ദ മൈൻഡ്. അപ്പൊ നമ്മുടെ മനസ്സിന് ചിന്തിക്കാൻ പറ്റും, പക്ഷെ മനസ്സിനേക്കാൾ കൂടുതൽ സട്ടൽ അല്ലെങ്കിൽ സൂക്ഷ്മമാണ് ഈ ആത്മാവ്. അപ്പൊ ആത്മാവ് ഫാസ്റ്റർ ദാൻ ദ മൈൻഡ്. അപ്പൊ ഈ ആത്മാവിനെക്കാട്ട് എത്രയോ ഉപരിയാണ് പരമാത്മാവ് അല്ലെങ്കിൽ ഭഗവാൻ. അപ്പൊ ആ ഭഗവാൻ ഈസ് ദെയർ ഫാർ അവേ, ഈസ് ദെയർ നമ്മുടെ അടുത്തുകൊണ്ട് ദൂരെയാണ്. അപ്പൊ ഈസ് ദെയർ എവ്രിവെയർ. അതുകൊണ്ടാണ് ഭഗവാൻ ഇല്ലാത്ത സ്ഥലം ഏതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അങ്ങനെ ഓരോരോ സ്ഥലം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹിരണ്യകശിപുവിനെ പോലെ ചോദിക്കുക, ഇവിടെ ഉണ്ടോ ഭഗവാൻ, അല്ലെങ്കിൽ എനിക്ക് ഭഗവാനെ കാണിച്ചു തരാൻ. ഈസ് ദെയർ എവ്രിവെയർ. അത് ഭഗവത്ഗീതയില് 10ാമത്തെ അധ്യായത്തില് വെരി ബ്യൂട്ടിഫുള്ളി ഭഗവാൻ തന്നെ പറയുന്നു, ഹിമാലയം എന്താ മലകളിൽ വെച്ച് ഹിമാലയം ഞാനാണ്, എന്താ സാഗരങ്ങളിൽ വെച്ചിട്ട് സാഗരങ്ങളിലുള്ള ജീവജാലങ്ങൾ വെച്ചിട്ട് മകരം ഞാനാണ്. പിന്നെ സേനാനീനാമഹം സ്കന്ദഃ സരസാമസ്മി സാഗരഃ മഹർഷീനാം ഭൃഹുരഹം. മഹർഷിമാരിൽ ഭൃഗു മഹർഷിനാണ്. മഹർഷീനാം ഭൃഹുരഹം ഗിരാമസ്മി ഏകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. പിന്നെ അശ്വത്ഥങ്ങളിൽ വെച്ചിട്ട് അശ്വതഃ സർവവൃക്ഷാണാം, എല്ലാ വൃക്ഷങ്ങളിലും വെച്ചിട്ട് അശ്വത വൃക്ഷം ഞാനാണ്. അശ്വതഃ സർവവൃക്ഷാണാം ഗിരാമസ്മി ഏകമക്ഷരം. ഓക്കെ, അങ്ങനെ there are many things. നമ്മൾ ആ ശ്ലോകങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് വിൽ അണ്ടർസ്റ്റാൻഡ്. സോ ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്, നിനക്കിപ്പോ എന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ, കൃഷ്ണനായിട്ട് എന്നെ കാണാൻ പറ്റില്ലെങ്കിൽ, അല്ലെങ്കിൽ നാമജപത്തിൽ എന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ, ഇതിലൊക്കെ ഞാനുണ്ട്. ഹിമാലയം മലകളിൽ വെച്ചിട്ട് ഹിമാലയം ഞാനാണ്. കാരണം ആ ഹിമാലയ മലകളുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോ ദ റിയലൈസേഷൻ വി ഗെറ്റ്, നമ്മൾ ഒന്നുമല്ല, we are nothing in front of such huge mountains. And അവിടെ ഉള്ള ഓരോരോ യോഗികളും എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത്. സോ ഇറ്റ് ഈസ് അമേസിങ്. അവിടുത്തെ ഓരോരോ കാഴ്ചകൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും വി ആർ നത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഈവൻ ആ ഒരു ഭഗവാന്റെ ഈ മെറ്റീരിയൽ ക്രിയേഷന്റെ മുമ്പിൽ തന്നെ നമ്മളൊന്നുമല്ല. സോ ആ ഒരു the way how beautiful such great mountains are, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭഗവാന്റെ ആ ഒരു അചിന്ത്യ ശക്തി നമുക്ക് അവിടെ മനസ്സിലാവും. ഹൗ വണ്ടർഫുള്ളി ആൻഡ് ഹൗ ഗ്രേറ്റ് ഭഗവാന്റെ ക്രിയേഷൻ ഓരോന്നും എത്ര എന്താ അത്ഭുതമാണ്. ആൻഡ് ദെൻ വി ഗോ ഓൺ ടു പിന്നെ ഇവിടെ പ്രഭുപാദ് ഇവിടെ പറയുന്നു, അപ്പൊ ഈ ഭഗവാൻ ഈ അചിന്ത്യ ശക്തി മനസ്സിലാക്കാ പോകുന്നത്, നോട്ട് നോയിങ് ഹിസ് ഇൻകൺസീവബിൾ പവർ, സച്ച് ഫൂളിഷ് മെൻ പ്ലേസ് ദ ലോർഡ് ഓൺ ഈക്വൽ ലെവൽ വിത്ത് ഓർഡിനറി മെൻ. അപ്പൊ ഇതാണ് ഭഗവാൻ. ആ ഭഗവാനെ നമുക്ക് നമ്മുടെ ലെവലിൽ കൊണ്ടുവരാൻ പറ്റില്ല. വി കനോട്ട് ബ്രിങ് കൃഷ്ണ ടു എ ഹ്യൂമൻ ലെവൽ. അപ്പൊ അതുകൊണ്ടാണ് എന്താ ഭഗവാൻ വരുമ്പോഴത്തേക്കും ഹി ആക്ട്സ് ലൈക്ക് എ ഹ്യൂമൻ ബീങ്. ഇപ്പൊ ഭാഗവത ശ്ലോകങ്ങളുണ്ട്, ഭഗവാനും ബലരാമനും വരുമ്പോ ദേ ആക്ട് ലൈക്ക് എ ഹ്യൂമൻ ബീങ്. എന്ന് വെച്ചാൽ അവര് മനുഷ്യനല്ല, മനുഷ്യനെ പോലെ അല്ലെങ്കിൽ മനുഷ്യന്റെ ആ കവറിങ് വെച്ചിട്ട് ദേ ആർ കവറിങ്, ബട്ട് ദേ ആർ അബ്സല്യൂട്ട് ട്രൂത്ത്. ആ പരമ ദിവ്യോത്വ പുരുഷന്മാരാണ് കൃഷ്ണനും ബലരാമനും, അല്ലെങ്കിൽ അവരുടെ ഓരോരോ അവതാരങ്ങളും. അവര് നമ്മളെ പോലെ ചിരിക്കും, നമ്മളെ പോലെ കളിക്കും, they will play with their friends, ഇതൊക്കെ ചെയ്യും. പക്ഷേ they are not, നമുക്ക് ഭഗവാനെ നമ്മുടെ തരത്തിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹീസ് above everything. അപ്പോ എന്താ സോ അങ്ങനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് പ്രഭുപാദ് സേസ് വെരി നൈസ്, such foolish men place the Lord on an equal level with ordinary human beings. ഓർഡിനറി ആണെങ്കിൽ ഭഗവാൻ ചെയ്ത എത്ര ലീലകളുണ്ട്. ഇതില് നമ്മൾ ഭഗവാന്റെ അവതാരങ്ങളില് മനുഷ്യ അവതാരം എന്ന് പറയുന്നത് രാമന്റെയാണ്. പക്ഷെ അവിടെയും
ഒരു മനുഷ്യനായിട്ട് ഭഗവാൻ രാമനെ പോലെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹി വാസ് ഫൈറ്റിംഗ് വിത്ത് 14,000 14,000 രാക്ഷസന്മാരുടെ കൂടെ ഒറ്റയ്ക്ക് നിന്ന് ഹി ജസ്റ്റ് കിൽഡ് എവ്രി വൺ. ഒരു തുള്ളി വേർപ്പ് പോലും വന്നില്ല ഭഗവാന്റെ മേത്ത്. സോ ഇമാജിൻ ഒരു മനുഷ്യ അവതാരം പോലെ വന്ന ആ രാമചന്ദ്രമൂർത്തിക്ക് തന്നെ നമുക്ക് വി കനോട്ട് ഇക്വേറ്റ് ഹിം വിത്ത് us. അപ്പൊ വേർ ഇസ് ഭഗവാൻ? അപ്പോ ഇതൊക്കെ ഭഗവാന്റെ പല പല അവതാരങ്ങളും വരുമ്പോഴത്തേക്കും ആ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ ഹി ഈസ് മച്ച് ബിയോണ്ട് വാട്ട് വി കൻ ഇമാജിൻ. അപ്പോ ആ ഒരു അചിന്ത്യ ശക്തി മനസ്സിലാക്കിയാൽ മാത്രമാണ് ഭഗവാൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആൻഡ് പക്ഷേ എന്നാലും പ്രഭുപാദ് ഇവിടെ പറയുന്നു, എന്നിട്ടും ആ ഭഗവാൻ നമ്മുടെ മുമ്പില് ഈവൻ മെറ്റീരിയൽ ഫോം, ഇപ്പൊ നമുക്ക് ആസ് ഐ സെഡ് ബിഫോർ, നമുക്ക് ഒരിക്കലും ഭഗവാൻ ഇങ്ങനെ വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ പാടുള്ളൂ എന്ന് നമുക്ക് ഭഗവാന് ഒരു കളത്തിനകത്ത് ഇടാൻ പറ്റില്ല. സോ വാട്ട് വി സേ ഈസ് കൃഷ്ണ cannot be bound by any rules and regulation except love. അപ്പൊ ദാറ്റ് ഇസ് വെരി ക്ലിയർ. അപ്പൊ ആൻഡ് ഇപ്പൊ നമ്മൾ പറയും ഭഗവാൻ അവതരിക്കുമ്പോൾ ഭഗവാന്റെ രൂപം ഇസ് സ്പിരിച്വൽ, ആധ്യാത്മിക രൂപമാണ്, അല്ലെങ്കിൽ അല്ലാണ്ട് നമ്മളെ പോലെ മെറ്റീരിയൽ ഫോം അല്ല ഭഗവാന്റെ. മെറ്റീരിയൽ ഫോമിൽ വരാനേ പറ്റില്ല ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് കറക്റ്റ്. കാരണം ആ ഒരു മെറ്റീരിയൽ ഫോമിനകത്താണ് ഭഗവാൻ അർച്ചവിഗ്രഹമായിട്ട് വരുന്നത്. ഭഗവാന്റെ വിഗ്രഹങ്ങൾ ലോഹം വെച്ചിട്ടോ അല്ലെങ്കിൽ മണ്ണ് വെച്ചിട്ടോ അല്ലെങ്കിൽ കല്ല് വെച്ചിട്ടോ ആണെങ്കിലും ദീസ് ഓൾ ആർ മെറ്റീരിയൽ തിങ്സ്. പക്ഷെ ആ മെറ്റീരിയൽ ആയ ആ വിഗ്രഹങ്ങളെ പോലും ഭഗവാൻ സ്പിരിച്വൽ ആക്കും, ആധ്യാത്മികമാക്കും ബൈ ഹിസ് പ്രസൻസ്. ഭഗവാന്റെ ആ സാന്നിധ്യത്തിലൂടെ ഭഗവാൻ ആ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള സാധനത്തിനെ പോലും സ്പിരിച്വൽ ആക്കും. സോ ഇതെല്ലാം ഭഗവാന്റെ ക്രിയേഷൻ ആണ്. ഈ ഭൗതികമായ ശക്തിയും ആധ്യാത്മികമായ ശക്തിയും എല്ലാം ഭഗവാന്റെ ക്രിയേഷൻ. ഇറ്റ് ഇസ് ഓൾ കൃഷ്ണാസ് എനർജി. സോ ഇപ്പൊ ഒരു മൊബൈൽ ഉണ്ടാക്കിയ മനുഷ്യന് അറിയാം ഈ മൊബൈലിനകത്തോ എങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ, അതിനെ എങ്ങനെയൊക്കെ എവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എവിടെയാണ് ആ പ്രശ്നം ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ ആ മൊബൈൽ ഉണ്ടാക്കിയ വ്യക്തിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഹി നോസ് വാട്ട് ടു ഡു ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. അതേപോലെ ഈ എൻറ്റയർ ഭൗതികം അല്ലെങ്കിൽ ആധ്യാത്മിക ശക്തി എല്ലാം ഭഗവാന്റെയാണ്. എവറിത്തിങ് ബിലോങ്സ് ടു കൃഷ്ണ, എവറിത്തിങ് ക്രിയേറ്റഡ് ബൈ കൃഷ്ണ. ആ ഭഗവാൻ മെറ്റീരിയൽ ആയിട്ടുള്ള സാധനത്തിനെ സ്പിരിച്വൽ ആക്കാം, സ്പിരിച്വൽ ആയിട്ടുള്ളതിനെ എങ്ങനെയും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. സോ ഇറ്റ് ഇസ് കൃഷ്ണാസ് വിൽ ആൻഡ് ഡിസയർ ആൻഡ് ഹിസ് ഇൻകൺസീവബിൾ എനർജി. അപ്പോ ഭഗവാനെ ഇങ്ങനെയേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് വി കനോട്ട് ഡിഫൈൻ കൃഷ്ണ. സോ ദിസ് ഇസ് ആൻഡ് ബൈ അവർ ലോവർ understanding. So in our present state of imperfect material existence we cannot see the Supreme Lord due to imperfect vision. ആ ഭഗവാന്റെ ആ ഒരു രൂപം നമുക്ക് ഈ ഒരു കണ്ണ് വെച്ച് കാണാം. ഈവൻ അർജുനന് പോലും ഭഗവാൻ അവിടെ പറഞ്ഞു, ഞാൻ വേറൊരു ദൃഷ്ടി തരാം എന്നാലേ നിനക്ക് എന്റെ ആ ഒരു വിരാട് രൂപത്തിനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇറ്റ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് നോർമൽ നമ്മുടെ ഈ കണ്ണ് വെച്ചിട്ടല്ല നമുക്ക് ഇപ്പൊ യോഗികൾ അല്ലെങ്കിൽ ഋഷിമാരും മുനിമാരും ഭഗവാനെ എങ്ങനെയാ കാണുന്നത്? ഈ കണ്ണ് വെച്ചിട്ട് കാണുന്നില്ല. കാണാം, ഭഗവാൻ അനുഗ്രഹിച്ചാൽ ചിലപ്പോ ഈ ഒരു കണ്ണ് വെച്ചിട്ട് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും. പക്ഷേ ദേ സീ വിത്ത് ഡിവൈൻ ഐസ്. സോ ആ ഒരു ദിവ്യ ദർശനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ദിവ്യ ശക്തി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ദേ സീ ദ തേർഡ് ഐ എന്ന് പറയും, അല്ലെങ്കിൽ ആ ഒരു ആത്മാവിന്റെ ആ കണ്ണ് വെച്ചിട്ടേ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു ദിവ്യ രൂപം കാണാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ കണ്ണിന് കാണാൻ ബിക്കോസ് ഈ ഒരു കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു രൂപത്തിൽ കൃഷ്ണ ഇസ് കമ്മിങ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. എങ്ങനെയാണ്? അർച്ചവിഗ്രഹത്തില്. സോ ദാറ്റ് ഈസ് ഓൾസോ കൃഷ്ണാസ് മേഴ്സി. അപ്പൊ ആ അർച്ചവിഗ്രഹം പൂജിക്കുന്നവര്, ഭഗവാന്റെ വിഗ്രഹം പൂജിക്കുന്നവര് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് അവർക്ക് ഭഗവാനെ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഭഗവാൻ വിഗ്രഹത്തിൽ വരുന്നത്, അതുകൊണ്ട് ദേ ആർ ഓൺ എ ലോവർ ലെവൽ. നോ, ഭഗവാൻ ആ ഒരു വിഗ്രഹത്തിൽ ഭഗവാൻ ഉണ്ടെന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർ ആർ ഓൺ എ വെരി ഹൈ ലെവൽ. അപ്പൊ ഭഗവാൻ പറയും സോറി ഇതില് ഐ ഡോണ്ട് റിമെമ്പർ എവിടെയാ വായിച്ചതെന്ന്, ബട്ട് ഇറ്റ് ഈസ് സെഡ്
ഈ ഭഗവാന്റെ വിഗ്രഹത്തില് ഭഗവാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ തന്നെ നമ്മുടെ പല ജന്മങ്ങളുടെ പാപങ്ങൾ മാറിയാൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓർ എൽസ് വി വിൽ സീ ദാറ്റ് ആ വിഗ്രഹത്തിൽ നമ്മളൊരു ഒരു ഡോളായിട്ടോ അല്ലെങ്കിൽ ഒരു ഐഡലായിട്ടോ ഒരു ഇതുപോലെ സാധാരണ പോലെ നമ്മുടെ സ്റ്റാച്യു ജംഗ്ഷനിൽ ഗാന്ധിജിയുടെ സ്റ്റാച്യു ഉള്ള പോലെ വി ജസ്റ്റ് സീ ഇറ്റ് ആസ് എ സ്റ്റാച്യു. ബട്ട് ഹി ഈസ് നോട്ട് എ സ്റ്റാച്യു, ഹി ഈസ് ഭഗവാന്റെ സാന്നിധ്യം, ആ ചൈതന്യം ആ വിഗ്രഹത്തിലുണ്ട്. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത്രയും പല ജന്മങ്ങളുടെ പാപം പോയാൽ മാത്രമേ ആ വിഗ്രഹത്തിൽ ഭഗവാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഉണ്ടെന്ന് മനസ്സിലാക്കല്ല, ഹി വിൽ റെസിപ്രൊക്കേറ്റ്. കൃഷ്ണ റെസിപ്രൊക്കേറ്റ്സ് വിത്ത് ദ ഡിവോട്ടി ത്രൂ ദ വിഗ്രഹം. സോ നമ്മൾ എന്താ ഇപ്പൊ ആൾവാരുടെ കഥയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഓരോരോ ആൾവാർ എന്താ ഈ ശ്രീ സമ്പ്രദായത്തിൽ ഓരോരോ ആൾവാർ എങ്ങനെയാണ് ഭഗവാനായിട്ട് സംസാരിക്കുന്നത്. ഇപ്പൊ there is a beautiful, ഇപ്പൊ കഴിഞ്ഞ കുട്ടികളുടെ ക്ലാസ്സിൽ we were reading the story of കുലശേഖര ആൾവാർ. ഇപ്പൊ കുലശേഖര ആൾവാർ എന്തായിരുന്നു ബുക്കിന്റെ പേര്, എന്തോ തിരുമൊഴി, പെരുമാൾ തിരുമൊഴി. അപ്പൊ മുകുന്ദമാല സ്തോത്രം ഒരു ബുക്കാണ്, അല്ലാണ്ട് പെരുമാൾ തിരുമൊഴി എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതില് കുലശേഖര ആൾവാരും ഭഗവാനുമായിട്ടുള്ള കോൺവെർസേഷൻ അവിടെ പറയും, എനിക്ക് ഭഗവാന്റെ പൂവായിട്ട് മാറും. അപ്പൊ ഭഗവാൻ പറയും ശരി എന്നാ നീ എന്റെ പൂവായിട്ട് മാറും. എന്നിട്ട് കുലശേഖര ആൾവാർ പറയും ഇല്ല പൂവാവണ്ട, കാരണം പൂവ് ഇപ്പൊ വാടിക്കഴിഞ്ഞാൽ എന്നെ അടുത്ത് പുറത്ത് കളയും, അപ്പൊ പിന്നെ ഭഗവാനെ കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ പലതായിട്ട് എനിക്ക് ഇതാവണം അതാവണം എന്നൊക്കെ പറയും. പക്ഷെ എന്നിട്ട് അവസാനം പറയില്ല അത് വേണ്ട അത് വേണ്ട. അവസാനം അദ്ദേഹം പറയും, കുലശേഖര ആൾവാർ പറയും എനിക്ക് ഭഗവാന്റെ നടയുടെ മുമ്പിൽ പടിയായിട്ട് മാറും. എന്താ ആ ഒരു ത്രഷോൾഡ് ആ കടക്കുമ്പോഴത്തേക്കും ഭഗവാന്റെ നടയ്ക്ക് അകത്ത് കിടക്കുമ്പോഴത്തേക്കും അവിടെയുള്ള പടി ആ പടിയായിട്ട് മാറണം. അപ്പൊ അതെന്താ അങ്ങനെയെന്ന് ഭഗവാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഓരോരോ ഭക്തന്മാര് കടക്കുമ്പോഴും അവരുടെ പാദങ്ങളിലുള്ള ആ പൊടി എന്റെ തലയിൽ വരും, ആ എന്റെ ശിരസിൽ വരും. ആൻഡ് ഐ ക്യാൻ ബെയർ ദിയർ, ആ ഒരു ബ്ലെസ്സിങ്സ് എനിക്കുണ്ടാവും. ഐ വിൽ ഹാവ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഓൾ ദ ഡിവോട്ടീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുലശേഖര ആൾവാര് ഓരോ ഭഗവാന്റെ അമ്പലത്തിന്റെ നടയില് പടിയായിട്ട് മാറും. അത് എന്താ ശ്രീരംഗത്തിൽ പോകുമ്പോ അവിടെ കുലശേഖര പടി എന്ന് പറയുന്നത്. അപ്പൊ ദ ഗ്രേറ്റ് ആൾവാസ് they have a converse and he is having conversation with the Lord. ശ്രീരംഗം ഭഗവാന്റെ കൂടെ ആ ഒരു വിഗ്രഹത്തിന്റെ കൂടെ is talking, and it is example of കുലശേഖര ആൾവാർ. അതുപോലെ many devotees they all talk with the Lord. ആ വിഗ്രഹം ഭഗവാന്റെ വിഗ്രഹത്തിന്റെ അടുത്ത് സംസാരിക്കുന്നു. And ഭഗവാൻ also reciprocates. Now, how will he reciprocate if ഒരു പഞ്ചലോക വിഗ്രഹം, അത് ലോഹം വെച്ചുണ്ടാക്കിയ ഒരു ഐഡൽ ആണെങ്കിൽ why should an idol talk to you unless ഭഗവാന്റെ ശക്തി അവിടെ ഉണ്ടെങ്കിൽ. So Krishna can make even the material things spiritual by his presence. Apo so this is one thing. And അപ്പൊ പക്ഷെ അപ്പൊ ഭഗവാനെ നോക്കുമ്പോഴത്തേക്കും ഭഗവാന് ഈ വ്യത്യാസത ഇല്ല, ഇത് സ്പിരിച്വൽ ആണ് ഇത് മെറ്റീരിയൽ ആണ്. നമ്മളെ അങ്ങനെ നോക്കത്തുള്ളൂ. ഓക്കെ ദിസ് ഇസ് എ മെറ്റീരിയൽ വേൾഡ്, ഇനി നമുക്ക് മോക്ഷം കിട്ടണമെങ്കിൽ നമ്മൾ വി ഹാവ് ടു ഗോ ടു ദ സ്പിരിച്വൽ വേൾഡ്, ഓർ ദിസ് ഇസ് മൈ മെറ്റീരിയൽ ബോഡി. ആക്ച്വലി ഞാൻ ആരാ, ഐ ആം ദ സ്പിരിറ്റ് സോൾ. ദിസ് ഇസ് ദ അണ്ടർസ്റ്റാൻഡിങ് വിച്ച് വി ഹാവ്. ബട്ട് ഭഗവാൻ നോക്കുമ്പോഴത്തേക്കും ഫോർ ഹിം there is no material or spiritual, കാരണം എല്ലാം ഭഗവാന്റെ ക്രിയേഷൻ, എവറിത്തിങ് ഇസ് കൃഷ്ണാസ് ക്രിയേഷൻ. അപ്പൊ നമ്മൾ ഈ ഭൗതിക ലോകത്തിലും നമ്മൾ ഭഗവാനെ എല്ലാ അണുവിലും എല്ലാ വ്യക്തിയിലും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളിലും നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുകയാണെങ്കിൽ, ഈവൻ ഈ ഭൗതിക ലോകത്തിൽ ഇരുന്നിട്ടും നമ്മൾ വൈകുണ്ഠത്തിലാണ്. പക്ഷേ വൈകുണ്ഠം എന്ന് പറയുന്നത് ഞാൻ അവിടെ പോയി കഴിഞ്ഞാലേ നമുക്ക് അങ്ങോട്ട് പോവാം. വി ക്യാൻ ഗോ ടു വൈകുണ്ഠ, വി ക്യാൻ ഗോ ടു ഗോലോക വൃന്ദാവൻ. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഗോയിങ് ടു വൈകുണ്ഠം അല്ലെങ്കിൽ ഗോയിങ് ടു ഗോലോക വൃന്ദാവൻ. ഇറ്റ് ഈസ് അബൌട്ട് ഫീലിംഗ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ഓർ എക്സ്പീരിയൻസിങ് കൃഷ്ണ എവിടെ ഇരുന്നാലും. അതാണ് ഗോപികമാര് പറയുന്നത്. എന്താ അവര് പറയും ഭഗവാൻ ഒരു കഥയുണ്ട്. അപ്പൊ ഭഗവാന്റെ തലവേദനയായിരുന്നു. അപ്പൊ ഭഗവാന്റെ തലവേദന മാറണമെങ്കിൽ ഗോപികമാരുടെ കാൽപാദത്തിലുള്ള മണ്ണെടുത്ത് ഭഗവാന്റെ തലയിൽ വെച്ചാലേ തലവേദന മാറത്തുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ നാരദ മുനിയുടെ അടുത്ത് പറഞ്ഞു അവരുടെ കാൽപാദത്തിലുള്ള മണ്ണ് ചോദിച്ച് കൊണ്ടുപോകാം. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മുടെ കാൽപാദത്തിലുള്ള മണ്ണ് എങ്ങനെ ഭഗവാന്റെ തലയിൽ വെക്കാൻ പറ്റും?
പക്ഷെ അങ്ങനെ എന്താ ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചപ്പോൾ നോ വൺ ഗേവ്. ഫൈനലി ഗോപികമാര് പറഞ്ഞു ഞങ്ങൾ തരാം, ഭഗവാന്റെ തലവേദന മാറാൻ ഞങ്ങളുടെ കാൽപാദത്തിലുള്ള മണ്ണ് ഞങ്ങൾ എടുത്ത് തരാം. ആ ആ ഒരു പ്രവൃത്തിക്ക് ഞങ്ങൾ നരകത്തിൽ പോയാലും കുഴപ്പമില്ല, പക്ഷെ ഭഗവാന്റെ തലവേദന മാറും. ബട്ട് ദേ സെഡ് വൺ തിങ്, ആ നരകത്തിൽ പോയാലും only one റിക്വസ്റ്റ്, ഞങ്ങൾക്ക് എപ്പോഴും ഭഗവാനെ ഓർമ്മ വേണം. വി ഷുഡ് നെവർ ഫോർഗെറ്റ് കൃഷ്ണ. സോ പ്രഭുപാദ പറയും ഓൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫോർഗെറ്റ് കൃഷ്ണ. ഇപ്പൊ ഏറ്റവും വലിയ സങ്കടം അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഗ്രേറ്റസ്റ്റ് സാഡ്നെസ് ഇൻ ദിസ് വേൾഡ് ഇസ് ഫോർഗെറ്റിംഗ് കൃഷ്ണ. ഭഗവാനെ മറക്കുന്നത് അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ. To experience Krishna is our fortune, or to understand Krishna, or to hear about him, or to at least see him through the vigraham, അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകൾ കേൾക്കുക, അല്ലെങ്കിൽ ഭഗവാൻ എപ്പോഴും ഓർമ്മയിരിക്കുക. ദിസ് ഇസ് ദ മോസ്റ്റ് ഫോർച്യൂണേറ്റ്. അത് നരകത്തിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും. സ്വർഗത്തിൽ പോയി ഇരുന്നിട്ട് ഭഗവാനെ ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ വാട്ട് ഇസ് ദ പോയിന്റ്, വാട്ട് ഇസ് ദ യൂസ്? അപ്പോ ദിസ് ഈസ് വാട്ട് a devotee sees. അപ്പോ എന്താ ശ്രീമദ് ഭാഗവതത്തിൽ പറയും, for a devotee there is no heaven or Vaikunta or material world or anything, because he's always experiencing the Lord. So Vishwam Purna Sukhamayam, they'll say. Bhagavatam there is one word, I don't remember which devotee wrote this or which acharya wrote this. Vishwam Purna Sukhamayam, Vishwam മുഴുവനും it is സുഖം. എങ്ങനെ സുഖം? ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയില്, എന്താ ഈ ഒരു ഭൗതിക ലോകം is ദുഃഖാലയം അശാശ്വതം. ഇവിടെ ഭഗവാൻ പറയുന്നു ഭൗതിക ലോകം ദുഃഖാലയം അശാശ്വതം. ഇവിടെ ഒരു ഭക്തൻ പറയുന്നു വിശ്വം പൂർണ്ണ സുഖാമയം. യു സി കോൺട്രഡിക്ഷൻ, റൈറ്റ്? പക്ഷേ ഇറ്റ് ഇസ് നോട്ട് എ കോൺട്രഡിക്ഷൻ. യെസ്, ഭൗതിക ലോകം ഇസ് ദുഃഖാലയം അശാശ്വതം. എപ്പോഴാ നമ്മുടെ മൈൻഡ്, നമ്മുടെ മെന്റാലിറ്റി ഓർ നമ്മുടെ കോൺഷ്യസ്നസ് ഫുള്ളും ഭൗതിക രീതിയിലാണെങ്കിൽ യെസ് ഇറ്റ് ഇസ് ദുഃഖാലയം. പക്ഷെ ഈ ഭൗതിക ലോകത്ത് ഇരുന്നിട്ടും ഇഫ് അവർ കോൺഷ്യസ്നസ് ഇസ് ഫുള്ളി ഫിക്സ്ഡ് ഓൺ കൃഷ്ണ, ഇറ്റ് ഇസ് സുഖാലയം ഓർ വിശ്വം പൂർണ്ണ സുഖാമയം. സോ ഭഗവാൻ ആ ഒരു രീതി, ആ ഒരു ട്രാൻസെൻഡന്റൽ ലെവലിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ദർ ഇസ് നോ മെറ്റീരിയൽ ഓർ സ്പിരിച്വൽ. ഇൻസ്റ്റഡ് നമ്മൾ എല്ലാം ഭഗവാന്റെ ശക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. സോ that is why for him there is no difference between material and spiritual energy. The material energy works according to his direction. ഈ ഭൗതിക ലോകം പ്രവർത്തിക്കുന്നത് തന്നെ ഭഗവാന്റെ നേതൃത്വത്തിലാണ്. Therefore he can use the energy for his purpose. അതുകൊണ്ട് ഭഗവാന് ഭൗതിക ശക്തിയും ആധ്യാത്മിക ശക്തി എല്ലാ ശക്തിയും ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് he can work, he can manipulate, he can change. So and പക്ഷെ ഒരു ഭഗവാനോട് പ്രഭുപാദ് ഇവിടെ പറയുന്നു an atheist cannot order the. അപ്പൊ നമ്മൾ പറയാം അങ്ങനെ ഭഗവാനെ എല്ലായിടത്തിലും വരാൻ പറ്റുകയാണെങ്കിൽ എന്നാ എന്റെ മുമ്പിൽ എനിക്ക് എന്താ ഭഗവാനെ കാണാൻ പറ്റാതെ? ഇറ്റ്സ് ലൈക്ക് ഹിരണ്യകശിപു ചോദിക്കുന്ന പോലെ, എന്നിട്ട് ഭഗവാനെ ഇവിടെ വരാൻ പറ. ഭഗവാൻ നമ്മുടെ he is not under our order. The only way to control Bhagavan is you cannot control Bhagavan, is only through love. അപ്പൊ ഒരു ഭക്തന് ഭഗവാനെ കാണണം എന്ന് പറയുമ്പോഴത്തേക്കും ഭഗവാൻ ഓടി വരും. പക്ഷേ എല്ലാരും വിളിച്ചാല് വരാൻ is not our servant, we are his servant. അപ്പൊ atheists cannot order the Lord to appear, but the Lord will appear whenever, anywhere and everywhere to show mercies to his devotee. പക്ഷെ ഭഗവാന്റെ കാരുണ്യം കാരണം ഭഗവാൻ വരുന്നു ആസ് അർച്ചവിഗ്രഹമായിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഏത് ശക്തിയാണെങ്കിലും we should be able to see Krishna there. So therefore he descends. പല ഭഗവാന്റെ പല അവതാരങ്ങളായിട്ട് നമ്മൾ പിന്നെ 10ാം അധ്യായം വായിക്കുമ്പോൾ ഭഗവാന്റെ പല ശക്തികൾ ഭൗതിക ലോകത്തിലുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഓൺലി ടു ഫേവർ ദ ഡിവോട്ടീസ്. ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും പല രീതികളിലും നമ്മൾ ഭഗവാൻ വരുന്നത്. സോ ആൻഡ് ഈസ് ദാറ്റ് നമ്മുടെ ഉള്ളില് പരമാത്മാവായിട്ട്. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻഡ് ചെയ്തില്ല നാരായണ സൂക്തത്തില്. വെരി ബ്യൂട്ടിഫുള്ളി ഇറ്റ് ഇസ് എക്സ്പ്ലെയിൻ. ഭഗവാൻ ഹൃദയത്തിൽ എങ്ങനെ വസിക്കുന്നു, എവിടെ വസിക്കുന്നു, ഇറ്റ് ഇസ് എക്സ്പ്ലെയിൻ. തൊണ്ടേന്ന് എത്രയോ ഒരു വിരൽ ദൂരം താഴെ, ആൻഡ് ആ ഹൃദയത്തിൽ ദർ ഇസ് എൻ എംപ്റ്റി സ്പേസ് ഇൻസൈഡ് ദ കോർ ഓഫ് ദ ഹാർട്ട്. അതിനകത്തൊരു അഗ്നിയുണ്ട്. ആ അഗ്നിയുടെ നടുവിൽ ഒരു ലൈറ്റ്നിങ്, ആ മിന്നൽ പോലെ ഒരു ചെറിയൊരു എന്താ ഒരു നാരിന് ഒരു വെരി തിൻ ആയിട്ടുള്ള
ഒരു ലൈറ്റ്നിങ് പോലത്തെ ഒരു എനർജി അതിന്റെ നടുവില് തല ഉയർത്തി 4 കൈയായിട്ട് ഹി സ്റ്റാൻഡിങ് ആസ് പരമാത്മ. സോ ആ നാരായണ സൂക്തം വായിക്കുമ്പോൾ ഇറ്റ് ഇസ് ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻഡ്. അപ്പൊ ഹീസ് ദയർ, ഹി ഈസ് വിറ്റ്നസിങ്, നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഹി ഈസ് വിറ്റ്നസിങ് എവറിത്തിങ്. നമ്മുടെ ഓരോരോ പ്രവർത്തികളും ഭഗവാൻ വിറ്റ്നസ് ചെയ്യുന്നുണ്ട്, അതിന് സാക്ഷിയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഞാൻ എന്തിനാ എത്ര അനുഭവിക്കുന്നത്, ഐ എം സഫറിങ്. പക്ഷെ എന്തുകൊണ്ടാന്നുള്ളത് ഭഗവാൻ അറിയാം. ഹീ നോ നമ്മുടെ എന്താ ഭാവി, നമ്മുടെ പാസ്റ്റും നമ്മുടെ ഫ്യൂച്ചറും എവറിത്തിങ് കൃഷ്ണ നോസ്. നമുക്കത് ഓർമ്മയില്ല. നമ്മൾ ഓരോരോ ജന്മം എടുത്ത് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു നമുക്ക് ഓർമ്മയില്ല. പക്ഷെ ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുന്നിട്ട് നമ്മുടെ കൂടെ നമ്മൾ ഓരോരോ പ്രവൃത്തികളും ചെയ്യുമ്പോഴത്തേക്ക് അതിന് സാക്ഷിയായിട്ട് ഇരിക്കുന്ന ഭഗവാൻ അറിയാം വാട്ട് ഓൾ വി ഡിഡ്. ആൻഡ് അതിനനുസരിച്ച് ആ കർമ്മങ്ങളനുസരിച്ച് ഹി വിൽ ഗിവ് us the result. സോ കൃഷ്ണ is controlling everything. അപ്പോ വി സേ ദാറ്റ് എന്താ പറയാ, ആൻഡ് ഭഗവാന്റെ ക്രിയേഷൻ എന്ന് പറയുന്നത് there is nothing bad in Krishna's creation. Everything is full. ഇപ്പൊ നമ്മൾ ഇത് പൂർണ്ണമിതം, ഇറ്റ് ഇസ് കംപ്ലീറ്റ്. ഭഗവാന്റെ ക്രിയേഷൻ കംപ്ലീറ്റ് ആണ്. നമുക്ക് ചിലപ്പോൾ ഒരെണ്ണം ഇഷ്ടപ്പെട്ടില്ല, കലിയുഗം എന്താ ഇങ്ങനെയെന്ന് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ പറയും. പക്ഷേ ദിസ് ഇസ് കൃഷ്ണാസ് ക്രിയേഷൻ. ഈ കലിയുഗം ഇങ്ങനെ ആവണം, കാരണം ആ കർമ്മങ്ങൾ ചെയ്ത പല ആത്മാക്കളുണ്ട്. അപ്പൊ അത് അനുഭവിക്കാൻ ഈ കലിയുഗത്തിൽ വന്ന് ജനിക്കണം. സോ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് അവർ കർമ്മ വി ആർ ബോൺ ഇൻ സച്ച് എ ഏജ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് സച്ച് അങ്ങനത്തെ ആത്മാക്കൾ, ഈ കലിയുഗത്തിലുള്ള സുഖങ്ങൾ അനുഭവിക്കേണ്ട ആത്മാക്കൾ ഈ ഒരു യുഗത്തിൽ വന്ന് ജനിക്കും. സോ ഓരോരോ ആത്മാവിന്റെ കർമ്മം അനുസരിച്ച് ഡിഫറെന്റ് യുഗാസ് ആർ ദെയർ. അതൊക്കെ ഇറ്റ് ഇസ് ഓൾ ഗവേൺഡ് ബൈ കൃഷ്ണ ഹിംസെൽഫ്. അപ്പൊ എന്തുകൊണ്ടാ ഇങ്ങനെ എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറയാൻ, എന്താ അഗെയിൻ ഭക്തി വിജ്ഞാൻ ഗോസ്വാമി മഹാരാജ് സെഡ് ഐ ലൈക്ക് ദിസ്, ഐ ഡോണ്ട് ലൈക്ക് ദിസ്. പക്ഷെ എല്ലാം ഭഗവാന്റെ ക്രിയേഷൻ ആണ്. അപ്പൊ എനിക്കിത് ഇഷ്ടമല്ല ഓർ ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം, ഭഗവാന്റെ ഈ ഒരു ക്രിയേഷനിൽ എന്തോ ഒരു തെറ്റുണ്ട്. പക്ഷെ ഭഗവാന്റെ ക്രിയേഷനിൽ ഒരു തെറ്റില്ല. ഇറ്റ് ഇസ് കംപ്ലീറ്റ് ഇൻ ഇറ്റ്സ് നേച്ചർ. അപ്പോ ആ ഒരു ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവറിത്തിങ് എല്ലാം ഭഗവാന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കും, ചിലപ്പോൾ ഇഷ്ടമില്ലാത്തതായിരിക്കും നടക്കുന്നത്. പക്ഷെ എവറിത്തിങ് ഇസ് കൺട്രോൾഡ് ബൈ കൃഷ്ണ. ഇപ്പൊ നമ്മള് പല ലീഡർഷിപ്പ് പ്രോഗ്രാംസിലൊക്കെ പോകുമ്പോൾ അവര് പറയും ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ ആരാ, ഹി വിൽ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ആക്ഷൻസ് ഓഫ് ഹിസ് ടീം. അവരുടെ ടീം ചെയ്യുന്നത് ഓരോരോ പ്രവൃത്തി ഇപ്പൊ തെറ്റിപ്പോയാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആളാണ് ഒരു ലീഡർ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ, ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി, APJ അബ്ദുൽ കലാമിന്റെ എന്തോ ഒരു ഇൻവെൻഷൻ സംതിങ് ഹാപ്പൻഡ് ആൻഡ് സംതിങ് വെന്റ് റോങ് അവിടെ. അപ്പൊ ഹി ടുക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി. ദോ അവിടെ പ്രശ്നം ടീമിൽ എന്തോ ആണെങ്കിലും ബട്ട് ഹി ടുക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി, കാരണം ഹി വാസ് ദ ലീഡർ. സോ ദേ സേ ലീഡർ എന്ന് പറഞ്ഞ ആരാ, ഹി ടേക്സ് ഫുൾ റെസ്പോൺസിബിലിറ്റി ഫോർ ഹിസ് ടീം. അവർ എന്ത് സംഭവിച്ചാലും ഹി വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വിൽ സീ ഇൻ കൃഷ്ണ. ഹി സേസ് ഐ ആം റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഭൂമി കുലുക്കം സംഭവിച്ചു, അവിടെ ഫ്ലഡ് സംഭവിച്ചു, കൃഷ്ണ സേസ് ഐ വിൽ ടേക്ക് റെസ്പോൺസിബിലിറ്റി, കാരണം എവറിത്തിങ് ഇസ് വർക്കിംഗ് അണ്ടർ ഹിസ് കൺട്രോൾ. എവറിത്തിങ് ഈസ് ഹാപ്പനിങ് അക്കോർഡിംഗ് ടു ഹിസ് ഓർഡർ. ആ കർമ്മം ഓരോരുത്തർക്കും ഓരോരോ കർമ്മമുണ്ട്, അത് കാരണമാണ് ഓരോരുത്തരും നടക്കുന്നത്. സോ കൃഷ്ണ ടേക്സ് ഫുൾ റെസ്പോൺസിബിലിറ്റി. അതിന്റെ അൾട്ടിമേറ്റ് ഭഗവാൻ തന്നെ ബ്രഹ്മസമിതിയിൽ പറയുന്നത് ഐ ആം ദ കോസ് ഓഫ് ഓൾ കോസസ്, സർവ കാരണം, എല്ലാത്തിന്റെയും കാരണം ഞാനാണ്. സോ Krishna is the cause of everything and he is the controller of everything, and Bhagavan is achintyan. He is beyond നമുക്ക് മനസ്സിലാവുന്ന രീതി. നമ്മൾക്ക് മനസ്സിലാവുന്നതിന് അപ്പുറമാണ് ഭഗവാൻ. അതാണ് ബ്യൂട്ടിഫുള്ളി ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തരുന്നത്, അചിന്ത്യ അഭേദ തത്വം. ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത് ആ ഒരു വൺനെസ്, അതേസമയം ഡിഫറൻസ്. ഈ ഡിഫറൻസസ് ആയിട്ട് നമ്മൾ മുറിക്കുന്നത് മെറ്റീരിയൽ മെന്റാലിറ്റി. പക്ഷെ ഭഗവാൻ എല്ലാം ഭഗവാന്റെ ശക്തിയാണ്. ദാറ്റ് ഇസ് ദാറ്റ് വൺനെസ്. അതാണ് ആ ഒരു ഹയർ ലെവലിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. സോ ദർ ഇസ് യൂണിറ്റി ഇൻ ഭഗവാൻ. മെറ്റീരിയൽ വേൾഡിൽ വരുമ്പോൾ എല്ലാം ഡിവിഷൻ, നമ്മൾ എല്ലാത്തിനെ വ്യത്യാസമാക്കി മാറ്റും. യു ആർ എൻ ഇന്ത്യൻ, ഐ എം എൻ അമേരിക്കൻ, ഐ എം എ മാൻ, ഐ എം എ വുമൺ, ഐ എം എ പുവർ പേഴ്സൺ, ഐ എം എ റിച്ച് പേഴ്സൺ. ഈ ഒരു ഭേദങ്ങളൊക്കെ വരുന്നത് ഈ ഭൗതിക ലോകത്താണ്. പക്ഷെ ഭഗവാന്റെ ദൃഷ്ടിയിൽ ഒരു ഉറുമ്പായാലും ബ്രഹ്മാവായാലും ആരാണെങ്കിലും they are equal for Bhagavan. So that is ആ ഒരു ഡിഫറൻസസ്, there are ഡിഫറൻസ് ഇല്ല എന്നല്ല, there is a difference, but at the same time ആ വൺനെസ്സും ഉണ്ട്. ആൻഡ് അത് നമുക്ക് മനസ്സിലാവുന്നതിന് അപ്പുറമാണ്. സോ
Sri Chaitanya Mahaprabhu beautifully says, Tattvam, Achintya Bheda Abheda Tattvam. Bhedavamana, Abhedavamana. Pashe, it is beyond our conception, beyond what we can see. So the fact is that there is nothing but God within and without. അപ്പോൾ ഭഗവാൻ ഉള്ള സ്ഥലം അത് ഇല്ലാത്ത സ്ഥലം ഏതെന്ന് കാണിക്കാൻ we cannot say. ഭഗവാൻ ഉള്ള സ്ഥലം everything, എല്ലാത്തിലും ഭഗവാൻ ഉണ്ട്. So that is, and that is what through നരസിംഹ അവതാരത്തിലും ഈശോപനിഷത്തിൽ എന്താ ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്ന who is that ഭഗവാൻ, ആ ഈശ, ആ ഒരു എന്താ absolute truth എന്ന് പറയുന്നത് ആരാണ്, is what is explained. So this is a very wonderful sloka which explains ഭഗവാന്റെ അചിന്ത്യ ശക്തിനെ കുറിച്ച് explain ചെയ്യുന്നത്. So I hope I was able to convey. So, anyone, so thank you so much. Anyone has any എന്തെങ്കിലും questions, ചോദ്യങ്ങളോ or any realizations you want to see, you can please share. Hare Krishna. Hare Pranam. Krishna, Mataji. I had a question. Haribo. Nice to meet you, actually. I had a question. You were saying about ഇതിൽ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ടല്ലോ, ഭഗവാനെ നമുക്ക് ഇംപേഴ്സണൽ ആയിട്ടും അറിയാൻ പറ്റും, പേഴ്സണൽ ആയിട്ടും അറിയാൻ പറ്റും എന്നുള്ളത്. ഇംപേഴ്സണൽ ആയിട്ട് നമുക്ക് ബ്രഹ്മജ്യോതിസ് അല്ലാതെ എങ്ങനെയൊക്കെയാണ് അറിയാൻ പറ്റുന്നത്? ഇസ് ഇറ്റ് ലൈക്ക് ഹൗ യു വർ സേയിങ് ലൈക്ക് ഹിമാലയത്തിൽ അങ്ങനെ I mean, how all do we understand Krishna in an impersonal way? Mataji, impersonal എന്ന് പറയുമ്പോഴത്തേക്കും those are the people who, for example, I'll say, നമുക്കിപ്പോ ഒരുപാട് we have suffered so much in this material world. അതും നമ്മൾ ഈ ശരീരം കാരണമാണ് നമ്മൾ ഒരുപാട് എന്താ അനുഭവിക്കുന്നത്. So a person who has suffered so much because of the body, he feels he doesn't want the body anymore. Body is a cause of his suffering. So he feels that ഒരു രൂപം ഉണ്ടെങ്കിൽ there is suffering. When there is a form, there is always suffering. But that is the truth only on the material level. Material level, when there is a body, there is definitely suffering associated with that body. Whether we are human being or devanmaranengil, anywhere, wherever it is. Janma, mrityu, jara, vyadhi, everything is there. But that is not the case when it comes to the spiritual level. Our spiritual, adhyatmika level, we have a body, but that is Satchidananda Vigram. It is full of Ananda there. So, our level where one who is very frustrated with this material body, they feel that body is the cause of suffering. So, they don't want material body. I want to exist without any body. So but then he is actually hoping that, but that is also going out of the material world. That is better compared to staying inside the material world. So there is a happiness you feel, but it is not the happiness, the kind of ananda which you get with a spiritual body serving the Lord. That is different. As Prabhupada says, you exist as a individual speck. Brahma Jyoti, you will remain as a speck, but there is that eternal level is there. A small amount of happiness or that peace which you get beyond the material. At that point. So that is one level of connection which people have with Bhagavan, impersonal light or form. Or no, impersonal doesn't have a form, but our impersonal or that our Brahma Jyoti. So that is one thing. So that is but there is a variety as you see in the spiritual world. It is definitely not there. My question was slightly different also. What are the different ways in which we can see the Lord in an impersonal, different impersonal ways of seeing the Lord? That was what I was thinking. What do you mean by impersonal ways? Because the impersonal, there are no ways. There is no form as such, right? So there is no form. Yes, Mataji. Sorry. Okay, Bhumirapo nalo vayu kammano buddhiravacha. All these things are impersonal form of God. Bhumi, we cannot see the God, but that Bhumi, Rapo, Nalo, Vayu, Kham, all these sound, smell, or taste of water,
everything is impersonal form of God. That because we can taste the water, no? Whenever we feel thirst, then water is having that taste, and that is the form of God. And bhumi, you see, smell of the bhumi, and that sound from the sky, and all this, the fire, that power of the fire, everything is impersonal form of God. So we can see all these things through, and you can see how many things that material form he created as you said in the fifth canto. I have taken this fifth canto full, so I know the power of that material energy Bhagwan has created. That is something else. We cannot see the thing with our permitted that impersonal, or what our senses are not perfect. Our senses are not perfect. We can feel that whenever we go through Bhagavatam, we can feel that Bhagwan has created without that much power. How we can? So all these things we can consider as impersonal form, because that is the Bhagwan. I think I feel like that impersonal. I mean, that is true, Mataji, but at the same time, these are the different energies. Adu Shakti ana Bhagavante. So, like, Bhumi, Rapu, Analo, Vayu, Narima, these are the different eight. Eight Shakti as Bhagavan is. But the impersonal Narimba, it is something which doesn't have a form. The concept of impersonal is something which is beyond any forms or anything. Yeah, there's no form in the water. And shabda means there's no form. And you see, all these things, creation is that it shows that thing. Yeah, I mean, മാജി ഇപ്പൊ നളിനി മാജി പറഞ്ഞതും വിദ്യാസ്വരൂപിണി മാജി പറഞ്ഞതും ഞാൻ ചിന്തിച്ചതും വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു, ഒന്ന് ഇംപേഴ്സണൽ എനർജി ഓഫ് ദ ലോർഡും ഇംപേഴ്സണൽ ഫോം ഓഫ് ദ ലോർഡും രണ്ടും ഒന്നാണോ എന്നുള്ളതാണ് ഒരു വ്യത്യാസം. Impersonal means how can you have a form? There is no person, right? Supreme personality of Godhead and the impersonal. The Lord, maybe the Brahma Jyoti is the impersonal. It's an energy. Impersonal, it's energy. It is it is spread everywhere, right? A Brahma Jyoti and it's like the Shakti. It's like Bhagwan. There is no form in it. If there is a form, then the impersonalities you won't call them impersonalists. You call them personalists. People are thinking impersonalist means they are Mayavadi. They feel like there's a Shakti or there's a force where we can merge with the God. Means that God means this Shakti, and we will go and merge in this Shakti. That's their conception. So their concept is our Shakti is there. As of course, Brahman, he just is there. like so. Yes. As you said, bhaktas are considering as a Bhagavan. There is a Rupam, and that Swarupam is there. But impersonalists, they don't believe in Bhagavan, and they believe only in this impersonal force. Brahma Jyoti, they believe Brahma Jyoti മാത്രമേ അവര് വിശ്വസിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ഭഗവാന്റെ എത്രയോ ശക്തികളുണ്ട്, അല്ലെങ്കിൽ എത്രയോ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇംപേഴ്സണൽ ഫോം എന്ന് വെച്ചാല് ആ ഒരു ഏത് രൂപമാണെങ്കിലും ഇപ്പോ ഈ ക്രിയേഷൻ തന്നെ ഈ സൗണ്ട് നമുക്ക് എങ്ങനെ സൗണ്ട്, ഇപ്പോ ഇടിവെട്ടിന്റെ സൗണ്ട് നമുക്ക് ലൈറ്റ്നിങ് മാത്രം കാണുന്നുള്ളൂ. ആ സൗണ്ട് വി ക്യാൻ നോട്ട് സീ, ബട്ട് അത് ശരിക്കും ഭഗവാൻ തന്നെ, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ഫോഴ്സ് ആണത്. അതുപോലെയാണ് ഒരു സൈക്ലോൺ ഒക്കെ വരുമ്പോ ആ കാറ്റ് നമുക്ക് ആ രൂപത്തെ കാണുന്നില്ല, ബട്ട് എനിക്ക് അതാ തോന്നുന്നത്. Time is the impersonal energy of the Lord എന്ന് ഭാഗവതത്തിൽ പറഞ്ഞല്ലോ. അപ്പൊ സമയവും ഭഗവാന്റെ ഒരു impersonal energy. ഭഗവാൻ itself, കാലം കാലം മീൻസ് ടൈം. നമ്മുടെ ബേസിക് ഓഫ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് കാലം
കർമ്മ അതൊക്കെ പ്രകൃതി ഇറ്റ്സെൽഫ് ഇംപേഴ്സണൽ ഫോം. അപ്പൊ നമുക്കിത് പറയാൻ പറ്റും ഇംപേഴ്സണൽ എന്താണ്. ഇതൊക്കെ ഭഗവാന്റെ ഇംപേഴ്സണൽ ഫോം തന്നെയാണ്. Or you say different Shaktis. Okay. Right. എല്ലാം ഒരു പോയിന്റിൽ വന്ന് merge ചെയ്തു. Thank you so much, ഹരിബോ. Yes, anyone else? Anything else? Would you like to share? Any questions? Yes, Mataji, I think we can wind up. താങ്ക് യു മാതാജി. വളരെ നന്നായിട്ട് തന്നെ മാതാജി ക്ലാസ് എടുത്തു. ഇനി ആർക്കും സംശയമില്ലാന്ന് വിചാരിക്കുന്നു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Yes. ഒരിക്കൽ കൂടി ഇന്ന് ഈശോപനിഷത്തിലെ ശ്ലോകങ്ങളെല്ലാം ചൊല്ലിയ ഹെർ ഗ്രേസ് ഭാനുനന്ദിനി ദേവിദാസി മാതാജിക്കും 108 തവണ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപവും കൂടാതെ ഈശോപനിഷത്തിലെ 5-ാമത്തെ മന്ത്രത്തെ കുറിച്ച് ക്ലാസ് എടുത്ത ഹെർ ഗ്രേസ് വിദ്യാസ്വരൂപിണി രാധിക ദേവിദാസി മാതാജിക്ക് ഇസ്കോൺ കൊച്ചിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇസ്കോൺ കൊച്ചിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നരസിംഹ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദായിനി ഹിരണ്യകശിപോർവക്ഷഃ ശിലഡംഗനഖാലായേ ഇതോ നൃസിംഹ പരതോ നൃസിംഹ യതോ യതോ യാമി തതോ നൃസിംഹ ബഹിർനൃസിംഹോരുതയേ നരസിംഹോ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നാഖം അത്ഭുതശൃംഗം ദളിത ഹിരണ്യകശിപു തനുഭൃംഗ കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ നൃസിംഹദേവ് ജയ നൃസിംഹദേവ് നൃസിംഹദേവ് ജയ നൃസിംഹദേവ് ജയ നരഹരി ജയ നരഹരി നരഹരി ജയ നരഹരി ജയ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ് പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ് ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ്. ഇന്നത്തെ ഈശോപനിഷത്ത് ഓൺലൈൻ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് വെള്ളിയാഴ്ച കണ്ടുമുട്ടാം. എല്ലാവർക്കും ശുഭരാത്രി.